കേരളത്തിൽ ട്രോളിംഗ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല. അതുകൊണ്ട് നമ്മൾ നേരെ കന്യാകുമാരിയിലേക്ക് വന്നേക്കേണ്ട. വെളുപ്പിനെ 3:30 4 മണിയാകുമ്പോഴേക്കും ഇവിടെ നിന്ന് ബോട്ട് കെട്ടഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ രാത്രി 11 മണിക്ക് നമ്മൾ തിരിച്ചെത്തിക്കൊള്ളൂട്ടാ. ഇവിടെ സ്റ്റേ ചെയ്തുള്ള പണിയില്ല, അതായത് തങ്ങല് പണി ഇവിടെ ഇല്ലട്ടാ. ജനുവരി ഫെബ്രുവരി ആ ടൈമിലാന്ന് പറഞ്ഞാൽ ആ ഒരു പണി വർക്ക് അലൗഡ് ആയിട്ടുള്ളൂട്ടാ. അപ്പൊ നമ്മുടെ ബോട്ട് കടലിലേക്ക് പോണതിന് മുമ്പ് നമ്മുടെ ഡ്രൈവർ, അതായത് ഡ്രൈവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിന്റെ എഞ്ചിൻ സൈഡ് നോക്കണ ആളാണ്. പുള്ളിക്കാരൻ എഞ്ചിന്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബെൽറ്റ് ടൈറ്റ് ആണെന്നും അതുപോലെ നമ്മുടെ ബോട്ടിന്റെ കൂളന്റ് റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടാന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട. നമ്മ ഈ പോണ ബോട്ടിന്റെ ഡീസൽ ടാങ്ക് ആണ് ഈ കാണുന്നത്. 2 ഡീസൽ ടാങ്ക് ഉണ്ട്. 1000 ലിറ്റർ ഡീസൽ അടിച്ചാണ് ഒരു ദിവസം ഒരു പണിക്കോണ്. എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു ദിവസത്തെ ബോട്ടിന്റെ ചെലവ് പണിക്കോണിന് 1,20,000 രൂപ ചെലവ് വരോട്ടെ. അതിനകത്ത് ബാറ്റയും ഡീസലും അതുപോലെ വെള്ളവും റേഷനും എല്ലാം കൂട്ടിയിട്ടാണ്. അപ്പൊ രാവിലെ തന്നെ ചായ ആയിട്ടൊരു ചേട്ടൻ വന്ന് 20-21 പേരായിട്ടാണ് ഈ ബോട്ട് കടലിലേക്ക് പോകുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും, കന്യാകുമാരി കടലെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കാറ്റുള്ളൊരു സ്ഥലമാണ്. അപ്പം നമുക്കിപ്പോൾ പോകാൻ നേരത്ത് 40 നോട്ടിക്കലോളം ഓടാനുണ്ട്. അതും ഒരു കാറ്റുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ കുറഞ്ഞത് 40 കിലോമീറ്റർ 50 കിലോമീറ്റർ കാറ്റ് എപ്പോഴും ഉണ്ടാവട്ടെ. അപ്പോൾ അതെ, വലയും കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവർ വലിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പാറയുടെ മുകളിലായിരിക്കുള്ളൂ വലിടുന്നത്. അങ്ങനെ വലിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഈ പാര് മീനുകളായിരിക്കുള്ളൂ കിട്ടുന്നത്. അപ്പം നല്ല ടേസ്റ്റുള്ള മീനുകളായിരിക്കും. അപ്പം എന്തായാലും പറഞ്ഞ് നമ്മൾ ആഘടിപ്പിക്കാനുള്ള നേരെ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കേണ്ട. എന്തായാലും കിടുക്കാച്ചി വീഡിയോ മൊത്തം കാണാനായിട്ട് ശ്രമിക്കുക. 100-300 ബോട്ടുകളുണ്ട് നമ്മുടെ ഈ ഒരു ചിന്നമുട്ടം ഹാർബറിൽ. അപ്പോൾ അതെ, എല്ലാ ബോട്ടിൻ്റെയും ഇടയിൽ കൂടെ നമ്മുടെ ബോട്ട് എടുത്തുകൊണ്ട് പോകേണ്ടി കാണാം. തൊട്ടടുത്തേ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുട്ടിയാണ് പോണത്. കറക്റ്റ് 4:30 ആയി കഴിയുമ്പോൾ ഈ ബോട്ടുകളെല്ലാം കടലിലേക്ക് വിടുള്ളൂ. അപ്പം എല്ലാ ബോട്ടുകളും നമ്മുടെ ഈ ഒരു അഴിയുടെ വക്കത്ത് വന്നിങ്ങനെ പിടിക്കും. അഴി കടക്കാൻ പറ്റില്ല, കാരണം അഴിയുടെ അവിടെ ഒരു റോപ്പ് കെട്ടി വെച്ചിട്ടുണ്ടാവും. ആ റോപ്പ് കറക്റ്റ് 4:30 ആകുമ്പോൾ അഴിച്ചുവിടുള്ളൂ. അത്ര നേരം ഇവരെല്ലാവരും കൂടി ആ മുട്ടുമ്പോൾ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സും ഫോർവേഡും ഒക്കെ ഇട്ട് കളിക്കും. അപ്പൊ അതെ, നമ്മുടെ ബോട്ടും മുൻനിരയിൽ നിൽക്കണ്ട. കാരണം നമുക്ക് 40 നോട്ടിക്കലോളം ഓടാനുള്ളതിന്റെ പേരിൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ കൊണ്ടുവന്ന് പിടിച്ചേക്കണ്ട. കണ്ട ഈ കാണേണ്ട ആ ഒരു റോപ്പ്, കറക്റ്റ് 4:30 ആയപ്പോഴേക്കും കെട്ടഴിച്ച് ബോട്ടുകളെല്ലാം കടലിലേക്ക് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ നേരെ നമ്മുടെ വലയിടേണ്ട സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏകദേശം 40 നോട്ടിക്കലോളം ഓടാനുണ്ട്. പിന്നെ ഞാൻ വീണ്ടും പറയാണ്, അവിടുത്തെ കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ 40-50 അങ്ങനത്തെ ആ ഒരു രീതിയിലാണ് കാറ്റിന്റെ വേഗത എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തായാലും നമുക്ക് പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരും. ഇതൊക്കെ ഒരു അനുഭവമുള്ള. അപ്പോൾ അതായത് നമ്മുടെ ഒപ്പം ഓരോ ബോട്ടുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഫുള്ള് തള്ളി വെച്ചാണ്ട് ഇവർ ഓടിക്കുന്നത്. ഇവിടത്തെ ട്രോളിങ് കഴിഞ്ഞ് ഇവരുടെ സീസൺ ടൈം ആണ് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി വന്ന ഈ 3 മാസം, അതായത് നമ്മുടെ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെയും ഇവരുടെ സീസൺ ടൈമാണ്. ഓഗസ്റ്റ് 1-ാം തീയതി നമ്മുടെ സീസൺ തുടങ്ങുള്ളൂ. അതായത് നമ്മുടെ ട്രോളിങ് നിരോധനം കഴിഞ്ഞ് ബോട്ടുകളൊക്കെ പോവുള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം മുന്നേ ഇവരുടെ ട്രോളിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ അതേ ബോട്ടുകൾ നല്ല രീതിയിൽ തള്ളി വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മ വലയിടാൻ പോണ സ്ഥലത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബോട്ട് മാത്രം ഉണ്ടാവും പോകുന്നത്. ബാക്കിയുള്ള എല്ലാ ബോട്ടുകളും വടക്കോട്ടാണ് പോയത്. നമ്മ മാത്രം ആ ഒരു കാറ്റുള്ള സ്ഥലത്തേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. വലകളെല്ലാം ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാനി. ഒരു ചെറിയ ഉറക്കമൊക്കെ പാസ്സാക്കി അങ്ങനെ ഒരു 7 മണിയായപ്പോഴേക്ക് എണീറ്റിട്ടാ. അങ്ങനെ എണീറ്റപ്പോഴേക്കും ഇവിടെ ഇവർ കോടന്റ് കെട്ടാനായിട്ട് തുടങ്ങിയാണ്. കോടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലയുടെ എൻഡ്, അതായത് നമ്മ പിടിക്കണ വലയിൽ കയറണ മീനുകളെല്ലാം വന്ന് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോടന്റിലായിരിക്കുള്ളൂ. ഈ കോടന്റിന്റെ അറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ ഈ കെട്ടി വെക്കണായിരിക്കുള്ളൂ. അതായത് ഒരു പ്രത്യേകതരം കെട്ടാണത്. അപ്പൊ ആ ഒരു കെട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അവർ പ്രാർത്ഥിച്ചിട്ട് കോടന്റ് കെട്ടാൻ പോണേണ്ടി കാണുന്നത്.
അങ്ങനെ കോഡന്റും ഫ്ലോട്ടും പിന്നെ അതുപോലെ സെൻട്രൽ ലൈൻ എല്ലാം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതെ നമ്മുടെ കറുത്തരണ്ണൻ്റെ അപ്പനാണ് ഇത്, പുള്ളിക്കാരനാണിത്. കറുത്തരണ്ണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചങ്കുപടിയാണ്. പുള്ളിയായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിൻ്റെ ഒപ്പവും അതുപോലെ നമ്മൾ തിരയുടെ ഒപ്പമാണ് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. വല വലിക്കാൻ നേരത്ത് നമ്മൾ ഓപ്പോസിറ്റ് ഇട്ടായിരിക്കും വലിക്കണം. അപ്പം മനസ്സിലാവും ആ കാറ്റിൻ്റെ ശക്തിയും അതുപോലെ ബോട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് റോൾ ചെയ്യണമല്ല. അപ്പോൾ അതെ എന്തായാലും ഇവരുടെ പണിയെല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു 2 ഞോട്ടിക്കലും കൂടി ഓടിക്കഴിഞ്ഞാൽ നമ്മൾ വലിയിടോട്ടാ. ബോട്ടിന്റെ പേര് പറയാൻ ഞാൻ മറന്നുപോയിട്ടാ. ഇസ്രായേൽ 2 എന്ന് പറയുന്ന ബോട്ടിനകത്താണ് നമ്മൾ വന്നേക്കണേട്ടാ. രാവിലെ 7:30-8 മണിയാകുമ്പോഴേക്കും നമ്മൾ രാവിലത്തെ ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ നോക്കും. എല്ലാ ദിവസവും കയറുന്ന ബോട്ടായതിൻ്റെ പേരിൽ അടുത്ത ദിവസത്തേക്കുള്ള മീൻ, രാവിലത്തെ കറിക്കുള്ള മീൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവട്ടെ. അപ്പോൾ അതെ നല്ല അടിപൊളി ചെമ്പല്ലിയാണ് എടുത്തത്. അപ്പോൾ അത് ഇവിടെ കട്ട് ചെയ്ത് പീസാക്കിക്കൊണ്ടിരിക്കണേണ്ടി കാണുന്നത്. നല്ല ടേസ്റ്റാണ് ഇവരുടെ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി നമ്മൾ വലയിടാനായിട്ട് പോകേണ്ട. അപ്പോൾ കാറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ വലയിടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോപ്പ് ഇറക്കിക്കൊണ്ടിരിക്കണേണ്ട കാണുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 56 വെള്ളോളം ഉണ്ട്. അതായത് ചില സമയങ്ങളിൽ പെട്ടെന്നൊരു കുഴി, ചില സമയങ്ങളിൽ പെട്ടെന്ന് പാറ, അങ്ങനെയാണ് ഇവിടുത്തെ ആ ഒരു കടലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ റോപ്പ് ഇറക്കി വിടണേണ്. നമ്മുടെ നാട്ടിൽ വയർ റോപ്പാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ നൈലോൺ റോപ്പാണ് യൂസ് ചെയ്യണത്. അതുപോലെ ഈ ബോട്ടിൻ്റെ ഇഷ്ടംപോലെ പണികളും സ്റ്റോർ റൂമും കാര്യങ്ങളെല്ലാം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരത്താണ്. അതായത് ബാക്ക് സൈഡിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വീൽ ഹൗസ് വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അണിയത്ത് ഏറ്റവും മുന്നിലായിട്ടാണ് വന്നേക്കണത്. അപ്പം നല്ലോണം ആയിപ്പിലൊക്കെ ബോട്ട് ഇങ്ങനെ കുത്തുമ്പോൾ നന്നായിട്ട് നമുക്ക് വീൽ ഹൗസിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ കിട്ടോട്ടെ. അതെ നമ്മുടെ ബോട്ടാണെന്നുണ്ടെങ്കിൽ തെരനെയൊക്കെ മുറിച്ച് കടന്ന് മുന്നോട്ട് ഇങ്ങനെ കുതിച്ച് വാഞ്ഞുകൊണ്ടിരിക്കുകയുണ്ട്. ഇവിടുത്തെ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് കാണുമ്പോൾ തന്നെ. ഈ ബോട്ടിന്റെ മരത്തേക്ക് വരാൻ നേരത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇഷ്ടം പോലെ റോപ്പും കൊണ്ട് ഇങ്ങനെ അഴ പോലെ കെട്ടി വെച്ചാണ്. എന്തിനാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും കാറ്റായിരിക്കും ഉള്ളത്. അതുകൊണ്ട് എപ്പോഴും ബോട്ട് ഏത് സമയത്ത് എങ്ങോട്ടൊക്കെ ചരിയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഇപ്പോൾ ഒരു സ്റ്റെപ്പൊക്കെ കിട്ടാണ്ട് പോയി കഴിഞ്ഞാൽ ആള് നേരെ തിരിച്ച് കടലിലേക്കായിരിക്കുള്ളൂ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇഷ്ടം പോലെ റോപ്പും കൊണ്ട് ഇങ്ങനെ അഴ പോലെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു റോളിംഗ് ഉണ്ടോ ബോട്ടിന്റെ. വലയെല്ലാം ഇട്ട് കഴിഞ്ഞ് നേരെ നമ്മൾ അടുക്കളയിലേക്ക് കയറിയിട്ടാ. അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ സവാളയും പച്ചമുളകും വേപ്പിലേക്ക് ഇട്ടിട്ട് നമ്മുടെ മീൻകറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വലയിട്ട് നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ അത്രയും നമ്മൾ മാക്സിമം വലിക്കോളുണ്ട്. തേങ്ങ അരച്ചതാണ്ട് ഈ പാക്കറ്റിനകത്ത്. അത് നേരെ മീൻകറിയിലേക്ക് ഇടാനായിട്ടാണ്.
കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ അതെ, ചോറും അതുപോലെ നല്ല ചൂടൻ ചെമ്പല്ലിക്കറിയും ഉണ്ട് ഇവിടെ റെഡി ആക്കണം. എല്ലാവരും തലയൊക്കെയാണ് ആദ്യം തന്നെ എടുത്തുകൊണ്ട് പോണത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോകട്ടെ. അങ്ങനെ 1.5-2 മണിക്കൂറിന് ശേഷം നമ്മളിതേ വല പിടിച്ചോണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം ഇനി എത്ര വലയും കൂടി നമുക്ക് ഇടാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം 40 നോട്ടിക്കലോളം നമുക്ക് ഓടാനുണ്ട്. അപ്പോൾ ആ ഒരു ഓട്ടവും കൂടി കണക്ക് വെച്ചിട്ട് വേണം നമുക്ക് വല ഇടാനായിട്ട്. അപ്പോൾ അതുപോലെ മീൻ കിട്ടുന്നത് നമ്മൾ നോക്കണം. മീൻ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വലയിട്ട് ഡീസൽ എത്തിച്ചിട്ട് കാര്യമില്ല. വല പിടിക്കലും എല്ലാ കാര്യങ്ങളും ഇപ്പം എന്തെങ്കിലും വല കീറേ ഒടക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചടപടയെന്നും പറഞ്ഞാണ്ട് ഒരു കാര്യങ്ങൾ നീക്കണത്. 20 പേര് പണിക്കൊന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം എല്ലാ കാര്യങ്ങളും പക്കയായിട്ടാണ് ഇവർ ചെയ്യണത്. വലയാണെന്നുണ്ടെങ്കിൽ നിസ്സാര നേരം കൊണ്ട് വലിച്ച് കയറ്റാണ് ഇതിൻ്റെ ഉള്ളിലേക്ക്. അതുപോലെ മീൻ തിരിയണമെങ്കിലേ പടപടയെന്നും പറഞ്ഞാണ് കാര്യങ്ങൾ നീക്കണവർ. ഇവിടുത്തെ കടലിന്റെ പ്രത്യേകതയാണ് ഇഷ്ടംപോലെ സ്റ്റാർ ഫിഷുകളും അതുപോലെ കുറെ കടൽ ചെടികൾ, കുറെ അമൂല്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടുത്തെ ഇങ്ങനത്തെ കടലിൽ കിട്ടും. അതായത് ഈ പാരുകടലിൽ നമ്മുടെ തിരുവനന്തപുരം കഴിഞ്ഞ് ഇങ്ങോട്ടേക്കുള്ള ഒരു കടലിൽ ഇഷ്ടംപോലെ കിട്ടും. തിരുവനന്തപുരത്തും കിട്ടോട്ടാ. തൂക്കി ആദ്യത്തെ വലയിൽ തന്നെ നമുക്കൊരു കിടിലം പണിയാണ്ട് കിട്ടിയത്. ഇഷ്ടംപോലെ മീനുകൾ കിട്ടി. അത് ഒരു മീനല്ല, വെറൈറ്റി മീനുകളാണ് എല്ലാം കിട്ടിയത്. മോതയുണ്ട്, വേളാപ്പാരിയുണ്ട്, വറ്റിയുണ്ട്, കണ്ണയിലുണ്ട്, തിരിയാനുണ്ട്. പിന്നെ ഇവിടത്തെ കടലിൽ കിട്ടുന്ന പ്രത്യേകതരം മീനുകളുണ്ട്. അത് നോക്കിയേ, മോതയാണ് ഈ കാണുന്ന മോത കണ്ട. ഇത് കണ്ട, ഇതൊരു പാരുമീനാണ്. കുരുവലയെന്നും കണ്ടാണ്ട് ഇതിന്റെ പേര്. നല്ല ടേസ്റ്റാണ് ഈ മീനൊക്കെ കഴിക്കാനായിട്ട്. ഈ പാറുടെ അടുത്ത് നിൽക്കുന്ന മീനുണ്ടല്ലോ, അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ കഴിക്കാനായിട്ട്. ഇതൊക്കെ പാരുമീൻ കൊണ്ടുവരണ്ട, പാരുമീൻ. അതുപോലെ മോത നമ്മുടെ ബോട്ടിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ 1-2 കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ അത് ബിരിയാണിക്കാണ് യൂസ് ചെയ്യാറ്. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലട്ടോ, ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് മോതയും വറ്റയും അതുപോലെ കണ്ണയിലേയുമാണ് കൂടുതലും കിട്ടിയത് നമുക്ക്.
അതിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഒരു പെനൻ കോറൽ ഫിഷ് ഉണ്ടായി ജീവനോടെ. അതിനെ നമുക്ക് എന്തായാലും ആവശ്യമില്ല, നേരെ തിരിച്ചവനെ കടലിലേക്ക് കളയാന്ന് വിചാരിച്ചു. കിട്ടിയ മീനുകളെല്ലാം എല്ലാവരും തിരിഞ്ഞുകൊണ്ടിരിക്കേണ്ട കഷ്ടപ്പാടിനുള്ള ഒരു ഫലം കണ്ട് അതിന്റെ ആ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ട് കേട്ടോ. അപ്പൊ സ്രാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് ചോറ് കഴിക്കണത് പുള്ളിക്കാരൻ. തേനാ നമ്മുടെ സ്രാങ്കിനെ പരിചയപ്പെടുത്തിയില്ല. ഇതാണ് സ്രാങ്ക് ചോറ് കഴിക്കണ ഇപ്പോഴാണ്. പുള്ളിക്കാരൻ സ്റ്റിയറിംഗും വരുന്നല്ല. അപ്പോൾ ഭക്ഷണം കഴിക്കണ ഇപ്പോഴാണ്. നമ്മൾ അടുത്ത വലിടാനായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട. കാരണം നമ്മിപ്പോൾ വലിച്ചു വന്ന റൂട്ടിൽ തന്നെ ഒന്നുകൂടി നമ്മ വലിക്കാൻ പോവുകയാണ്. എല്ലാവരും മീനെടുത്ത് പൊക്കി കാണിക്കാൻ നേരത്ത് ഞാനും കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ അതിൽ ഉള്ളയിലൊരു കിടിലൻ വേളാപ്പാരെടുത്ത് ഞാനും അങ്ങോട്ട് പൊക്കിയിട്ടാ. അപ്പോൾ അതേ കിട്ടിയതിലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മീനാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നമ്മ എൻഡ് ചെയ്യിപ്പിക്കുകയാണ്. ഇതിന്റെ 2ാം ഭാഗമുണ്ട്. കിടിലൻ കിടുക്കാച്ചി കാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ പേജ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. വീണ്ടും ഒരു കിടുക്കാച്ചി കാഴ്ചകളുമായിട്ട് നമുക്ക് കാണാം. ടാറ്റാ.